പ്രായം 100 പിന്നിടുമ്പോഴും രവീന്ദ്രൻ വൈദ്യൻ എന്ന കോരുത്തോട് മങ്കുഴിയിൽ MK രവീന്ദ്രന് എല്ലായ്പ്പോഴും തിരക്ക് തന്നെ. നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി സർ CP-യുടെ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ് ജയിൽവാസം അനുഭവിച്ച ചെറുപ്പക്കാരന്റെ വീര്യം ഇന്നും കാത്തുസൂക്ഷിക്കുകയാണ് അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായതിന് രാജ്യം താമ്രപത്രം കൊടുത്ത് ആദരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് വൈദ്യർ. തിരുവിതാംകൂറിൽ സർ CP-യുടെ കിരാത ഭരണത്തിനെതിരെ അഖില തിരുവിതാംകൂർ കർഷക സമരം കൊടുമ്പൂരി കൊണ്ടിരിക്കെ പൂഞ്ഞാർ മാർക്കറ്റിലുള്ള മോഹന തിയേറ്ററിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ഈ സമ്മേളനത്തിൽ C കേശവൻ, TM വർഗീസ്, പട്ടം താണുപിള്ള, RV തോമസ്, ശങ്കരനാരായണൻ തമ്പി, PT പുന്നൂസ്, V ജോസഫ് തെള്ളി എന്നിവർ സ്വാതന്ത്ര്യ സമര പോരാളികളായ നേതാക്കന്മാർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായ രവീന്ദ്രൻ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ വീട്ടുകാരുടെ വിലക്കിനെ വകവയ്ക്കാതെ സമരങ്ങളിലും മറ്റും പങ്കെടുത്തു തുടങ്ങിയിരുന്നു. 1946-ൽ പൂഞ്ഞാർ ഇടവക ഭരണം നിലവിലുള്ള സമയം തിരുവിതാംകൂർ ഉത്തരവാദ പ്രക്ഷോഭണ സമരങ്ങൾ ശക്തിയാർജിച്ചതോടെ ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. ഈ വിവരം മീനച്ചിൽ തഹസിൽദാരെ കണ്ട് ബോധിപ്പിക്കുന്നതിനായി പൂഞ്ഞാറിൽ നിന്നും 250 ആളുകൾ പങ്കെടുത്ത ജാഥ പാല ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ ജാഥ 2 കിലോമീറ്റർ പിന്നിടുന്നതിനിടെ പനച്ചിപ്പാറയിൽ വെച്ച് തിരുവിതാംകൂർ പരിരക്ഷ ചട്ടം ലംഘിച്ചു എന്ന കാരണത്താൽ പോലീസ് ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത രവീന്ദ്രൻ വൈദ്യൻ ഉൾപ്പെടെയുള്ള 13 പേരെ അറസ്റ്റ് ചെയ്ത് വിവിധ സബ് ജയിലുകളിൽ പാർപ്പിക്കുകയും മാസങ്ങൾക്ക് ശേഷം മീനച്ചിൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 13 പേരെയും 2 വർഷത്തെ കഠിന തടവിന് വിധിക്കുകയും ചെയ്തു. പൂജപ്പുര ജയിലിൽ അടച്ച ഇവർക്ക് കൊടിയ മർദ്ദനമാണ് അനുഭവിക്കേണ്ടി വന്നത്. 11 മാസത്തെ ജയിൽവാസത്തിനൊടുവിൽ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ മോചിക്കപ്പെട്ടു. 1972-ൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി താമ്രപത്രം നൽകി രവീന്ദ്രൻ വൈദ്യൻ ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചു. 2003-ൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ രാഷ്ട്രപതി അബ്ദുൽ കലാം ഡൽഹിയിൽ വരുന്നതിന് ക്ഷണിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത രവീന്ദ്രൻ വൈദ്യരെ 2021-ൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ കോട്ടയം ജില്ലാ കളക്ടർ ഡോക്ടർ ജയശ്രീ വീട്ടിലെത്തി പൊന്നാട അണിയിക്കുകയും രാഷ്ട്രപതിയുടെ സന്ദേശം കൈമാറുകയും ചെയ്തു. സ്വാതന്ത്ര്യകാല പെൻഷൻ ലഭിച്ചു വരുന്ന ഇദ്ദേഹം പഠിച്ച തൊഴിൽ വിഷചികിത്സ ഉൾപ്പെടെയുള്ള നാടൻ ചികിത്സകളാണ്. 1943-ൽ വിവാഹം കഴിച്ചു. മാന്നാനം സ്വദേശിനി സരോജിനി അമ്മ 98-ലും വീട്ടിലെത്തുന്ന സന്ദർശകരെ സ്വീകരിച്ചു വരുന്നു.